ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല സീറോ ഡെപ്റ്റ് ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡിങ് റെഗുലറായിട്ട് നല്ല ഡിവിഡൻഡ് തരുന്നു. അതേസമയം സീറോ ഡെപ്റ്റ് ഉള്ള സ്റ്റോക്കുകളാണ്, എന്നാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളാണ്. അപ്പം നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ സീറോ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ബോറോവിങ്സ് അല്ലെങ്കിൽ ലോൺസ് ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാധ്യതകളൊന്നും ഇല്ല, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ലോൺസ് ഒന്നും ഇല്ലാത്ത നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് ലോങ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിൽ ഓരോ സെക്ടറിലും ഏതൊക്കെ സ്റ്റോക്കുകളാണ് അങ്ങനെയുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് IT സെക്ടറിൽ ഈ ഒരു കേസോൾസ് ഇന്ത്യ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീറോ ഡെപ്റ്റ് കണ്ടുപിടിക്കുന്നത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആയിരിക്കും. അപ്പോൾ ബാക്കി വാല്യുവേഷനും കൂടി നോക്കണം. അപ്പോൾ വാല്യുവേഷൻ ഈ സ്റ്റോക്കിൻ്റെ PE കറണ്ട് പ്രൈസിനേക്കാളും കുറവാണോ, അതുപോലെ ഡിവിഡൻഡ് ഈൽഡിങ് തരുന്നുണ്ടോ, പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത്, സെയിൽസ് ഗ്രോത്ത്, പ്രൊമോട്ടർ ഹോൾഡിംഗ് എങ്ങനെയുണ്ട്, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ IT സോഫ്റ്റ്വെയർ സെക്ടറിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ്, എങ്ങനെയാണ് ഫിനാൻഷ്യലി, സെയിൽസ് ഗ്രോത്ത് ഉണ്ടോ, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയുണ്ട്, ബെറ്റർ ആയിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് എങ്ങനെയാണ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു IT സെക്ടറിൽ കേസോൾസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് സൊല്യൂഷൻ IT കൺസൾട്ടിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇവർക്ക് ഒത്തിരി ടെക്നോളജി എക്സ്പേർട്സ് ഉണ്ട്. ടോപ്പ് ടയർ സോഫ്റ്റ്വെയർ സൊല്യൂഷന് ഇവർ എന്ത് ചെയ്യുക, ഇവരുടെ ടെക്നോളജി ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഗ് ഡേറ്റ ടെക്നോളജീസ്, ഇതിലൊക്കെ ഇവർ നല്ല ഒരു ഡിമാൻഡിങ് സ്റ്റോക്കാണ്. ഇവരുടെ ക്വാർട്ടർലി റിസൾട്ടും അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് ഒക്കെ തന്നെ ബെറ്ററാണ്. അപ്പോൾ ഈ കേസോൾസ് ഇന്ത്യയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ₹1,258 ട്രേഡ് ചെയ്തു. കറൻ്റ്ലി ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ആണോ എന്ന് നോക്കണം. നമ്മൾ ലോങ് ടേമിൽ ഈ ഒരു സ്റ്റോക്ക് സീറോ ഡെപ്റ്റുള്ള സ്റ്റോക്ക് നമുക്ക് ഡിവിഡൻഡ് ഒക്കെ തരുന്നു, ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ, അതാണ് നോക്കേണ്ടത്. സോ 1 ഇയറിൽ 190% ഉയർന്നിട്ടുണ്ട്. 5 ഇയേഴ്സിൽ ഉണ്ടോ 9319%. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർന്നിരിക്കുന്നു. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2022 മുതൽ 24 വരെ ഡിവിഡൻഡ് ഹൈ ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. ₹8, അതുപോലെ ₹7.50 ഒക്കെ ഡിവിഡൻഡ്, ₹4 ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഒരു നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ഡിവിഡൻഡ് തരുന്ന സീറോ ഡെപ്റ്റുള്ള IT സെക്ടറിൽ ഒരു നല്ല ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് നമ്മുടെ ഫേവറേറ്റ് സെക്ടറായിട്ട് ഇപ്പോൾ പോകുന്നത് റെയിൽവേ സെക്ടറാണ്. അപ്പോൾ റെയിൽവേ സെക്ടറിൽ റൈറ്റ്സ് ആ ഒരു സ്റ്റോക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് സീറോ ഡെപ്റ്റ് ആണ്, ഉണ്ടോ, ഡെപ്റ്റ് ഇക്വിറ്റി 0, ₹685 ട്രേഡ് ചെയ്യുന്നു. സോ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക് സെക്ടർ, നമുക്കറിയാമല്ലോ, പബ്ലിക് സെക്ടർ കമ്പനിയാണ്. 1974 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൽ 3rd പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പനിയിൽ ഒരു സെക്ടറിൽ വരുന്നത്. ആൻഡ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതുപോലെ സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്ററാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 72 ഉണ്ട്. സോ റൈറ്റ്സ് ലിമിറ്റഡ് ആണ് ഒരു സെക്കൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിൽ ആ ഒരു സെക്ടറിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ, 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 103 ആൻഡ് 5 ഇയേഴ്സിൽ 256. ഫിനാൻഷ്യൽ വൈസ് ഈ ഒരു സ്റ്റോക്ക് ഗ്രോയിങ് ആണ് എന്ന് പറയാം. ആൻഡ് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2022 1 ടൈം ആൻഡ് 2023 4 ടൈംസ് ആണ് ഡിവിഡൻഡ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് FMCG സെക്ടർ. FMCGയിൽ ഫസ്റ്റ് അവന്തി ഫീഡ്സ്, ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണ്. സീറോ ഡെപ്റ്റ് ആണ്, എന്നാൽ നല്ല ഡിവിഡൻറ്റും തരുന്നുണ്ട്. ഓക്കെ,
സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്ന കറണ്ട് പ്രൈസിനേക്കാളും കുറവാണ്. ROC ROE ഒക്കെ കുഴപ്പമില്ല. ബട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടോ 50ക്ക് താഴെയാണ്, അതൊന്ന് നോക്കിക്കൊള്ളുക. ബട്ട് FMCGയിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത് അവന്തി ഫീഡ്സ്. ആൻഡ് ഈ സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റിഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാം. ബട്ട് സീറോ ഡെപ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എടുക്കാം. ബട്ട് ഈ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് 43.28. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവന്തി ഫീഡ്സിൽ നമുക്ക് ചെക്ക് ചെയ്യാം. സോ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 34 ആൻഡ് 5 ഇയേഴ്സിൽ 54 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാലോ റവന്യൂ മാർക്കറ്റ് ഷെയർ ഒക്കെ താഴെയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2020, 21, 22, 23 റെഗുലറായിട്ട് ഡിവിഡൻഡ് തരുന്ന ഒരു കമ്പനി തന്നെയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ജില്ലറ്റ് ഇന്ത്യ. ജില്ലറ്റ് ഇന്ത്യ കുറച്ച് പ്രൈസി സൈഡാണ്. 6506 റുപ്പീസ്. ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്. PE വളരെ കുറവാണ് കമ്പയർ ടു കറണ്ട് പ്രൈസ്. ദെൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75 ഉണ്ട്. ഫേസ് വാല്യൂ 10. ഓക്കെ, ദെൻ സോ FMCGയിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ബട്ട് ഒരുവിധം നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആയിട്ടുണ്ട്. സോ ജില്ലറ്റ് ഇന്ത്യയുടെ ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 33 ആൻഡ് 5 ഇയേഴ്സിൽ 0.09% ഉള്ളൂ. ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കാം. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ അതല്ലേ മെയിൻ. 2021 മുതൽ 23 വരെ നല്ല ഡിവിഡൻഡ്, ഹൈ ഡിവിഡൻഡ് ഒക്കെയാണ്. 50 റുപ്പീസ്, 36 റുപ്പീസ് ഒക്കെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. സോ ഇൻ ദ സീറോ ഡെപ്റ്റ് കോൺസെപ്റ്റിൽ ഈ രണ്ട് സ്റ്റോക്കിൽ ഞാൻ പറയുന്നു. ബട്ട് എഗെയിൻ നിങ്ങൾ ഈ സ്റ്റോക്കിൽ ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഓട്ടോമൊബൈൽ സെക്ടറിൽ ബജാജ് ഓട്ടോ നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ബട്ട് പ്രൈസി സൈഡാണ്. 7598 ആണ്. ഓക്കെ, ഡിവിഡൻഡ് 1.84, പ്രൊമോട്ടർ ഹോൾഡിംഗ് 54.9 ആൻഡ് PE 29, വിച്ച് ഇസ് വെരി ലെസ് കമ്പയർഡ് ടു ദി കറണ്ട് പ്രൈസ്. സോ ഓട്ടോമൊബൈലിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. അഗെയിൻ ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കിയാൽ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും ബെറ്റർ ആയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ലോങ് ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഡെപ്റ്റ് സീറോ ആയിട്ടുള്ള സ്റ്റോക്ക് നോക്കുന്നു എങ്കിൽ, നല്ല ഡിവിഡൻഡ് നോക്കുന്നെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൈസി ആണെങ്കിലും അത് വർത്താണ്. ഓക്കെ, 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 92 ആൻഡ് 5 ഇയേഴ്സിൽ 196 നല്ല ഉയർന്നിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് പറയാം. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കാം. റെഗുലറായിട്ട് ഡിവിഡൻഡ് തരുന്ന നല്ലൊരു കമ്പനി. 2019 മുതൽ 23 വരെ നല്ല ഹൈ ഡിവിഡൻഡാണ് തന്നിരിക്കുന്നത്. ഇനി ഫിനാൻസ് സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് സീറോ ഡെപ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കിലെന്ന് നോക്കാം. HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി 3429 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആൻഡ് ഫേസ് വാല്യൂ 5, ഡിവിഡൻഡ് yielding 1.40, സ്റ്റോക്കിൻ്റെ PE 41, വിച്ച് ഇസ് ലെസ് കമ്പയർഡ് ടു ദി കറണ്ട് പ്രൈസ്. പ്രൊമോട്ടർ ഹോൾഡിംഗും 52.6 ഉണ്ട്. ഓക്കെ, ഫിനാൻസ് സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിലാണ് HDFC AMC വരുന്നത്. എന്നാൽ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലി നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും FII ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം. HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. വൺ ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 79%, 5 ഇയേഴ്സിൽ 147 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ വൈസ് ഗ്രോയിങ് ആണ്. ഓക്കെ, ആൻഡ് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് 2019 മുതൽ 23 വരെ റെഗുലറായിട്ട് ഡിവിഡൻഡ് ചെയ്യുന്നു. സോ നല്ല ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്ന ഫിനാൻസ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ് ഈ ഒരു നിപ്പോൺ ലൈഫ് അസറ്റ് ഇന്ത്യ അസറ്റ്, ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, സോ 516 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ HDFC ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ HDFC അസറ്റ് മാനേജ്മെൻറ്റിനേക്കാളും പ്രൈസ് കുറവാണ്.
ആൻഡ് ഡിവിഡൻഡ് yielding നല്ല തരുന്നുണ്ട്. 2.23% ഡിവിഡൻഡ് yielding. പ്രൊമോട്ടർ ഹോൾഡിംഗ് 73% ഉണ്ട്. ആൻഡ് ROC ROEയും ബെറ്റർ ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. ദെൻ ഫിനാൻസ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റും റിസർവ്സും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആയിട്ടുണ്ട്. സോ 1 ഇയർലി ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 114%, 5 ഇയേഴ്സിൽ 269 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ വൈസ് ഇറ്റ്സ് ഗ്രോയിങ് സ്റ്റോക്ക്, ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2021 മുതൽ 23 വരെ നല്ല റെഗുലറായിട്ട് ഡിവിഡൻഡ് തന്നിട്ടുള്ള നല്ലൊരു കമ്പനി തന്നെയാണ്. ഓക്കെ, ഇനി എയ്റോസ്പേസ് ആ ഒരു സെക്ടറിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക്. ഫസ്റ്റ് ഈ ഒരു ഭാരത് ഇലക്ട്രോണിക്സ് പറയുന്നു. കാരണം അത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്ക് ആയതുകൊണ്ട്. ഓക്കെ, 200 റുപ്പീസിന് താഴെയാണ്, എന്നാൽ 0.95% ഡിവിഡൻഡ് തരുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിങ്ങും 51% ഉണ്ട്. ROC 29.9, ROE 22.8. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് എയ്റോസ്പേസിൽ ഫസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. എയ്റോസ്പേസ് ഡിഫൻസിൽ നല്ലൊരു ലീഡിങ് സ്റ്റോക്കാണ്. ആൻഡ് സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ തന്നെയാണ്. സോ ലോങ് ടേമിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നല്ല ഒരു ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്ക്, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. 1 ഇയർലി ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 101 ആൻഡ് 5 ഇയേഴ്സിൽ 614 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ റവന്യൂ നല്ല വർദ്ധിച്ചിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് 2022-23 2-3 ടൈംസ് ഡിവിഡൻഡ് നിന്നിട്ടുള്ള നല്ലൊരു കമ്പനിയാണ്. സെക്കൻഡ് സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്. ഓക്കെ, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് 2904 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 0.95% ഡിവിഡൻഡ് yielding, ROC 30, ROE 27.2, പ്രൊമോട്ടർ ഹോൾഡിംഗ് 71.6% ഉണ്ട്. സോ എയ്റോസ്പേസ് ഡിഫൻസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്, നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. സെയിൽസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയാലും റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ തന്നെയാണ്. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. സോ 1 ഇയർലി ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 135 ആൻഡ് 5 ഇയേഴ്സിൽ 692 ഉള്ള ഉയർന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം. സോ എയ്റോനോട്ടിക്സ് ആ ഒരു എയ്റോസ്പേസിൽ ഒരൊറ്റ സ്റ്റോക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേമിന് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് കണ്ണുമടച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അത് അത്ര നല്ല സ്റ്റോക്കാണ്. കാരണം മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ലീഡിംഗ് ആണ്. പിന്നെ 2022-23 നല്ല ഡിവിഡൻഡും തന്നിട്ടുണ്ട്. ഓക്കെ, 2-3 ടൈംസും ഡിവിഡൻഡ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു കമ്പനി തന്നെയാണ്. ദെൻ ഫാർമ സെക്ടറിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് ദിവീസ് ലബോറട്ടറീസ്. ഒറ്റ സ്റ്റോക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സീറോ ഡെപ്റ്റ്, 3579 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. പ്രൊമോട്ടർ ഹോൾഡിംഗ് 51.9%, ROC 19.4ഉം ROE 14.9%. ഫാർമ സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന നല്ല ഒരു ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതുപോലെ ബാലൻസ് ഷീറ്റ് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ബെറ്റർ ആണ്. സോ ദിവീസ് ലബോറട്ടറീസ് ആണ് ഫാർമ സെക്ടറിൽ സീറോ ഡെപ്റ്റിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. 1 ഇയറിൽ 5%, 5 ഇയേഴ്സിൽ 142 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ വൈസ് കണ്ടോ, മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർന്നിരിക്കുകയാണ് 5 ഇയേഴ്സിൽ. ദെൻ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാലും 2019 മുതൽ 23 വരെ റെഗുലർ ആയിട്ട് ഹൈ ഡിവിഡൻഡ് ആയിരുന്നു. 30 രൂപ, 20 രൂപ, 16 രൂപയൊക്കെ തന്നിട്ടുണ്ട്. സോ ഫാർമ സെക്ടറിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദിവീസ് ലബോറട്ടറീസ്, അതുപോലെ എയ്റോനോട്ടിക്സിലാണെങ്കിൽ
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നല്ല ഒരു സ്റ്റോക്കാണ്. പിന്നെ IT സെക്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കെസോൾസ് ഇന്ത്യ, അതുപോലെ റെയിൽവേ സ്റ്റോക്കിൽ റെയിൽവേ സെക്ടറിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണെങ്കിൽ റൈറ്റ്സ്, FMCGയിലും 2 സ്റ്റോക്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി നോക്കുക. ഓട്ടോമൊബൈൽ സെക്ടറിൽ ബജാജ് ഓട്ടോ. സോ ഇതിൽ നമ്മളൊരു 10 സ്റ്റോക്കുകളാണ് ടോപ്പ് 10 സീറോ ഡെപ്റ്റ് സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നെങ്കിൽ, ഏതെങ്കിലും സെക്ടർ ഞാൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ സെക്ടറിലെ സ്റ്റോക്ക് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് ബിഗിനേഴ്സിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 50 വീഡിയോസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രേഡിംഗ് പാറ്റേൺസ്, ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോസാണ്, അത് ചെക്ക് ചെയ്യുക. അതുപോലെ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഐഡിയാസ് റിലേറ്റഡ് ആയിട്ട് ഒരു 100 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ടൈം കിട്ടുമ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.